രണ്ട് അമേരിക്കയാണോ ചൈനയാണോ ലോകത്തെ ഏറ്റവും ശക്തിയുള്ള രാജ്യമെന്ന് ചോദിച്ചാൽ ചൈനയെക്കുറിച്ച് നമുക്ക് അറിയില്ല സത്യത്തിൽ. അതാണ് ഒരു യാഥാർത്ഥ്യം. ചൈനയിൽ നടക്കുന്നത് എന്താണെന്ന് ചൈന ആഗ്രഹിക്കാത്ത ഒരു കാര്യവും പുറത്തു വരത്തില്ല. ചൈനയുടെ പ്രത്യേകത അതാണ്. അമേരിക്കൻ പെൻറ്റഗൺ റിപ്പോർട്ട്സ് അവിടുത്തെ ന്യൂയോർക്ക് ടൈംസിൽ പുറത്തു വരും. ചൈനയിൽ അത് വരില്ല. അതാണ് കാണേണ്ട കാര്യം. രണ്ട്, അമേരിക്ക ലോകത്തെ സകലമാന കോൺഫ്ലിക്റ്റിലും ഇടപെടുന്ന ഒരു രാജ്യമാണ്. എല്ലാ ആഭ്യന്തര സംഘർഷങ്ങളിലും ഇടപെടും, എല്ലായിടത്തും കൊണ്ട് ബോംബിടും. അപ്പോൾ അമേരിക്ക നിരന്തരമായി അമേരിക്കയുടെ മിലിറ്ററി പവറും അമേരിക്കയുടെ ഓപ്പറേഷൻസും വാർത്തകളും നിറഞ്ഞു നിൽക്കുകയും നാം നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നതുമാണ്. ചൈന ഒരു കോൺഫ്ലിക്റ്റിൽ ഇടപെടത്തില്ല. ചൈന അവരുടെ വ്യാപാരം എങ്ങനെ വർദ്ധിപ്പിക്കാത്തതിനെ കുറിച്ചല്ലാതെ ഒരു കോൺഫ്ലിക്റ്റിലും അനാവശ്യമായി ഇടപെടുന്ന രാജ്യമല്ല. അനാവശ്യമായി നമ്മുടെ ഒരു ആയുസ്സിൽ നമ്മൾ ചൈന നടത്തുന്ന ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധം, ഒരു മോഡറേറ്റായ യുദ്ധം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതേസമയം ചൈനയുടെ കാര്യത്തിൽ അഡമൻ്റായി നിൽക്കേണ്ട പൊസിഷനിൽ, അതിപ്പോൾ അവർ ടിബറ്റിൻ്റെ കാര്യത്തിൽ, തായ്വാൻ്റെ കാര്യത്തിൽ അവർ അഡമൻ്റ് പൊസിഷനാണ്. അവരാരെയും ആ കാര്യത്തിൽ ഇടപെടാൻ സമ്മതിക്കത്തില്ല. അത് ഞങ്ങളുടെ പോയിന്റിനകത്ത് ഞങ്ങൾ നിൽക്കുമെന്ന വാശി അവർക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3 മാസം മുമ്പാണ് അവരുടെ 80ാം വാർഷികമായിട്ട് ബീജിങ്ങിൽ അവർ നടത്തിയിട്ടുള്ള മിലിറ്ററി പരേഡ്. ലോകം ഉറ്റുനോക്കിയ ഭയങ്കരമായ ഇവൻ്റായിരുന്നു. ആ ചൈന പ്രദർശിപ്പിച്ച ആയുധങ്ങളും അവരുടെ മിലിറ്ററി പവറിൻ്റെ ശേഷി എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലം കൊണ്ട് ചൈന സത്യത്തിൽ ആണവ പോർമുനകൾ അമേരിക്കയ്ക്ക് അടുപ്പിച്ചുണ്ടായിക്കൊണ്ടിരിക്കുക. നമ്പറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് മിസൈലുകളുടെ കാര്യം എടുത്താൽ മറ്റ് ലോകത്തെ പല വൻകിട രാജ്യങ്ങളെക്കാളും കൂടുതൽ നമ്പർ അവരുണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സൈനിക ശേഷി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഈ പറഞ്ഞ വിമാനവാഹിനി കപ്പലുകളാണ്. അമേരിക്കയുടെ കയ്യിലുള്ള മുഴുവൻ വിമാനവാഹിനി കപ്പലുകളെയും ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധം വന്നാൽ തകർത്ത് കളയാൻ കഴിയുന്ന ടോർപിഡോ സംവിധാനം ഓൾറെഡി ചൈന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.